ഹായ് ഓൾ, പഠിക്കേണ്ടതൊക്കെ പഠിക്കേണ്ടതുപോലെ പഠിക്കണം. അതിന് ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിനാണ് എക്സാമിന് വരിക അതാദ്യം അറിയണം. സോ നോക്കിയാലോ, +1 അക്കൗണ്ടൻസിലെ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കറിയാം, അക്കൗണ്ടൻസി ഒന്നുകിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചൂസ് ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ AFSകാർ. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് +2ലാണ് ഇതിന്റെ വ്യത്യാസം വരിക. അതായത് നിങ്ങൾ ലാബ് നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരാണ്, ലാബ് ഇല്ലെങ്കിൽ AFSകാരാണ്. ഇത് നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം അതേപോലെ തന്നെ ഓൺ എക്സാം നിങ്ങൾ 60 മാർക്കിനാണോ എക്സാം എഴുതിയിട്ടുള്ളത്, നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരാണ്. നിങ്ങൾ 80 മാർക്കിനാണോ എക്സാം എഴുതിയിട്ടുള്ളത്, നിങ്ങൾ AFSകാരാണ്. അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ നോക്കിയേ, രണ്ടാളുടെയും അതായത് AFSകാരുടെയും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരുടെയും ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ്, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നാണ്, എന്നാൽ ചാപ്റ്ററിന്റെ വെയിറ്റേജിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കറിയാം 9 ചാപ്റ്ററാണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ തുടങ്ങി നമുക്കറിയാം നമ്മൾ SSLC വരെ കാണാത്ത പഠിക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്. സോ അതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ തുടങ്ങി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് വരെയാണ് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ മാർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് അവിടെ നിന്നാണ്. സോ essay ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടിയാണ് സാർ ഈ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നിങ്ങൾ പറയുന്നത്. ഇത് നിങ്ങൾ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരേക്കാൾ കുറച്ച് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ആർക്ക് ചോദിക്കും? AFSകാർക്ക് ചോദിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് +2ൽ ലാബില്ല. നിങ്ങൾക്ക് ലാബും കൂടെ കയറി വരുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ ആ ഒരു മാർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും. സോ സിമ്പിളി ഒന്നുമില്ല, ജസ്റ്റ് നോക്കുക. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ 6 മാർക്കിനാണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. 8 മാർക്കിന് AFSകാർ വരും. ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാർക്ക് എത്ര മാർക്കിനാണ് ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഉള്ളത്, അതിനേക്കാൾ കുറച്ച് കൂടുതൽ മാർക്കിന് AFSകാരോട് ചോദിക്കും. അങ്ങനെ നിങ്ങൾ ഈ ഓരോ ചാപ്റ്ററിന്റെയും മാർക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമുക്ക് 60 മാർക്കിനാണ് എക്സാം എങ്കിൽ, അത് 60 മാർക്കിനാണ് എക്സാം എങ്കിൽ, അല്ലെങ്കിൽ 80 മാർക്കിനാണെങ്കിൽ ആ കറക്റ്റ് 60 മാർക്കിന് അല്ലെങ്കിൽ കറക്റ്റ് 80 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഒരു 20 മാർക്കോളം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ടാകും, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നമ്മൾ എഴുതാനുള്ളതാണോ? അല്ല, ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഓരോ ചാപ്റ്ററിനും ഈ ഒരു വെയിറ്റേജ് നിർബന്ധമായിട്ടും വരുമെന്ന് ആലോചിക്കുക. +1 അക്കൗണ്ടൻസി നിങ്ങൾ ക്രിസ്മസിലും അതേപോലെ തന്നെ ഓൺ എക്സാമിനൊക്കെ 60 മാർക്കിനാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരാണ്. സോ നിങ്ങൾ ഈ ഒരു മാർക്ക് വെയിറ്റേജ് നമ്മുടെ ഓരോ ചാപ്റ്ററിന്റെയും നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഇനി 80 മാർക്കിനാണ് ക്രിസ്മസ് എക്സാമിനും ഓൺ എക്സാമിനൊക്കെ എഴുതിയതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ AFSകാരാണ്. സോ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് ഇങ്ങനെയാണ് വരിക. നോക്കിയേ, 10 മാർക്കും 14 മാർക്കും ഒക്കെ വെയിറ്റേജ് വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് ആ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെറിയ വെയിറ്റേജ് ഉള്ള ചെറിയൊരു ചാപ്റ്റർ നിങ്ങൾ ഒരുപാട് ഹവേഴ്സ് എടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അതിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നമ്മളോട് മിസ്സായി പോകും, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ടൈം നമുക്ക് എന്താവില്ല, തികയില്ല. സോ അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂളൊക്കെ നിങ്ങൾ എന്താക്കണം, മാറ്റി വെക്കണം. അതിനനുസരിച്ചാണ് പഠിക്കാൻ. സോ നമ്മുടെ റിവിഷൻ ക്ലാസ് ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് എക്സാം അടിച്ച് പൊളിച്ച് എഴുതണം, ഫുൾ മാർക്കും വാങ്ങണം. സോ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നത് വരെ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ നമുക്ക് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.